മതി, അത് മതി. കാരണം അതിൻ്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാകുന്നത്, സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ. അപ്പോൾ പാവപ്പെട്ടവൻ്റെ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം, ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ മുടക്കി. ഒറ്റ വാചകം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിനാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ ഘടനയിൽ കൂടി മാറ്റം വരുത്തി, കുറച്ചുകൂടി മാറ്റം വരുത്തി പ്ലാനിംഗ് ബോർഡിനെ ഒരു തിങ്ക് ടാങ്ക് ആക്കുന്നതാണ്. അതിന് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടോ? ഒരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടു പ്രിവെൻറ്റ് ദ ലീക്കേജ് ഫ്രം ദ ട്രഷറി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മനസ്സിലായേ? ആ ജോലിയൊക്കെ കൂടി അവർക്ക് കൊടുക്കുന്നതാണ്. അത് അപ്പോഴേക്കും എന്താണ് മറ്റത് പിരിച്ചുവിടുക, ഇത് പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുക. ഒരു വാചകം ഉണ്ടോ അവിടെ? ഒരു വാചകം പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡിൻ്റെ ഇപ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഫങ്ഷൻസ് ഞങ്ങൾ മാറ്റുമെന്നുണ്ടോ? ഒന്നും കൂടി ബെറ്റർ ആക്കുമെന്ന് പറയാൻ പാടില്ലേ? അത് കേരളത്തിൻ്റെ ഇക്കോണമിയെ, ഫിനാൻസിനെ എല്ലാം ഐഡിയാസ് തരുന്ന ഒരു തിങ്ക് ടാങ്ക് ആക്കി അതിനെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തിങ്ക് ടാങ്കും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അടിമകളാണോ ഈ ക്ലീഷേ വാചകങ്ങൾ കേട്ട് കുറെ അടിമകളെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലീഷേ വാചകങ്ങൾ പറഞ്ഞ് കുറെ ലെഫ്റ്റ് ജാർഗൻസ് ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട ലെഫ്റ്റ് ജാർഗൻസ് പറഞ്ഞ് ക്ലീഷേ വന്ന വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗത്തിലും വർത്തമാനത്തിലും പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിനില്ല. അതിൽ കുരുങ്ങിക്കിടക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പുതിയുഗ കേരളത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ കാര്യങ്ങളാണ് പറഞ്ഞത്, പുതിയ കാര്യങ്ങൾ. ഇനി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ട്? ഞങ്ങൾ 2 ഏരിയ, ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർ ഇവിടെ വന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര വീട് പണിതു? 1. 10 കൊല്ലം കൊണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര വീട് പണിതു? അത് മെർജ് ചെയ്തോടുകൂടി അവരുടെ വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ 2011 മുതൽ 2016 വരെ സെപ്പറേറ്റായി നിന്ന കാലത്ത് എത്ര വീടുകൾ പണിതു? ഈ ലൈഫിൻ്റെ ഭാഗമാക്കിയതിന് ശേഷം ആ പാവങ്ങളുടെ വീടുകളിലെ എണ്ണത്തിൽ എത്ര കുറവ് വന്നു? ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. അതുകൊണ്ട് അത് 2 സെപ്പറേറ്റ് ആക്കി. ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബജറ്റിൽ, പട്ടികജാതി പട്ടികവർഗക്കാരും അത് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും കേരളത്തിലെ ഏറ്റവും പിന്നോക്കമാണ്. കാരണം മത്സ്യ സബ്സിഡി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉള്ള സമയത്ത് 25 രൂപ സബ്സിഡി കൊണ്ടുവന്നു. ഞാൻ കരഞ്ഞ നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ 40 രൂപയുടെ മണ്ണെണ്ണയുടെ വില 150 അടുത്തായി, 120 ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ സബ്സിഡി 25 രൂപ ഉയർത്തുന്നോ. ചെയ്തില്ല. എന്നിട്ട് ഈ പോണ പോക്കിന് 50 രൂപയാക്കി. അപ്പോൾ പൈസ ചിലവാക്കണ്ടല്ലോ. പോണ പോക്കിനെ 10 കൊല്ലം 25 രൂപയിൽ നിന്നു. മണ്ണെണ്ണയുടെ വില 40 രൂപയിൽ നിന്ന് 120 രൂപ വരെ, 140 രൂപ ബ്ലാക്കിലുമായി. ഞാൻ കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ, ദയവ് ചെയ്ത്. കാരണം നമുക്കറിയാം സങ്കടം. മണ്ണെണ്ണ വട്ടി പലിശയ്ക്ക് കടം മേടിച്ചിട്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. പഴയ മത്സ്യലഭ്യത പോലുമില്ല. തിരിച്ചു വരുമ്പോൾ വട്ടിപ്പലിശക്കാരെ കാത്ത് ഒന്നും കിട്ടിയിട്ടില്ല. സങ്കടമായിരുന്നു. അവർ 50 ആക്കിയിട്ടൊന്നും കൊടുത്തില്ല. നമ്മൾ 75 ആക്കി. മണ്ണെണ്ണയുടെ പകുതിയെങ്കിലും സബ്സിഡി ആക്കി, പകുതി കൂടുതൽ സബ്സിഡി ആക്കി. 75 രൂപ പകുതി കൂടുതൽ മണ്ണെണ്ണയുടെ ആക്കി.
അതൊക്കെയാണ് ഹൃദയത്തിൽ തൊട്ടുള്ള പ്രവർത്തനങ്ങളാണ്, സങ്കടം കണ്ടിട്ടാണ്. ഭൂരഹിതരുടെ എണ്ണം പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും മത്സ്യത്തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടാണ്. ഇതൊക്കെ നിയമസഭയിൽ സർക്കാരിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണിപ്പോൾ നടപ്പാക്കിയത് അവസരം വന്നപ്പോൾ. എനിക്ക് അഭിമാനമുണ്ട് അതല്ല. എന്നിട്ട് ലൈഫ് പദ്ധതിയെ പറ്റി ഞങ്ങൾ വല്ല പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇനി കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കിഫ്ബിയുടെ ഈ മോഡലൊന്നും പറ്റില്ല. കിഫ്ബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എത്ര ശതമാനം പലിശയ്ക്കാണ് മേടിക്കുന്നത്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 9.72% മീതെ മുഴുവൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ പലിശയുടെ ബാധ്യത മുഴുവൻ എന്തെങ്കിലും ഒരു വരുമാനം കിഫ്ബി ഉണ്ടാക്കുന്നുണ്ടോ? ഓഫ് ബോറോയിങ് ആണ്, എക്സ്ട്രാ ബജറ്ററി ആണ്, എല്ലാം ഇങ്ങോട്ട് വരുവാണേ. അവസാനം അതൊക്കെ റീസ്ട്രക്ചർ ചെയ്യും. അതൊക്കെ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനും കൂടിയുള്ള മാൻഡേറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. മാൻഡേറ്റ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്.